നന്ദി സഹോദര. മോളെ സീമേ, ഡോക്ടർ കുറച്ച് പുതിയ മരുന്നുകൾ എഴുതി തന്നു, ഞാനത് വാങ്ങി വരാം. പാപ്പാ, ഇപ്പോൾ എല്ലാം ഓൺലൈനായി വീട്ടിലെത്തും. തരൂ, ഞാൻ ഓർഡർ ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല മോളെ, ഞാൻ വാങ്ങി വരാം. ഇതിന്റെ പേരിൽ എനിക്ക് കുറച്ച് നടക്കുകയും ചെയ്യാം. പോകാം മോനെ കബീർ. നമസ്കാരം അങ്കിൾ. വരൂ വരൂ. നിങ്ങളുടെ മരുന്ന് തീരാറായി കാണുമെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാനങ്ങ് എത്തിച്ചേനെ. എടാ മോനെ, നീ ഏത് മരുന്ന് എപ്പോൾ കഴിക്കണം എന്ന് എഴുതി തരാതെ ഒരു തൃപ്തിയും ഇല്ല. ശരിയിരിക്കൂ. എനിക്ക് ആ സ്ലിപ്പ് തരൂ. നോക്കൂ മോനെ, ഡോക്ടർ കുറച്ച് പുതിയ മരുന്ന് കുറിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ മധുരപലഹാരങ്ങൾ ഒഴിവാക്കുന്നില്ലെന്ന് തോന്നുന്നു. ഡോക്ടർ നിങ്ങളുടെ ഷുഗറിന്റെ മരുന്നിന്റെ ഡോസ് കൂട്ടി, സന്ധിവേദനയും കൂടി അല്ലേ? അതെ മോനെ, ഇപ്പോൾ ഇരുന്നിട്ട് പിന്നെ എഴുന്നേൽക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. സാരമില്ല, ഇതിൽ നിന്ന് തീർച്ചയായും ആശ്വാസം ലഭിക്കും. ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നോക്കിക്കോ, കുറച്ചു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കബീറിനൊപ്പം ഓടി നടക്കാം. നിന്റെ ഈ സംസാരമാണ് എന്നെ നിന്റെ കടയിലേക്ക് ആകർഷിക്കുന്നത് മോനെ. മരുന്നിനൊപ്പം നീ അസുഖം ഭേദമാകുമെന്ന പ്രതീക്ഷയും നൽകുന്നു. പ്രതീക്ഷ മാത്രമല്ല അങ്കിളെ, അത് സംഭവിക്കും. അങ്ങ് സ്വയം ശ്രദ്ധിച്ചാൽ മാത്രം മതി. മരുന്നുകളോടൊപ്പം പ്രാർത്ഥനകളും നൽകുന്നവർ മാൻകൈൻഡ് ഫാർമ അവരെ സല്യൂട്ട് ചെയ്യുന്നു. ഈ ലോക ഫാർമസിസ്റ്റ് ദിനത്തിൽ നിങ്ങളുടെ അടുത്തുള്ള ഫാർമസിസ്റ്റിനോട് നന്ദി പറയുക.